ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനകത്ത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസിലുള്ള ഒരു ഭാഗമാണ് എന്താണ് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ്, എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമുക്ക് ആദ്യം ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് നോക്കാം. ഓക്കെ, അതായത് when a light traveling in a dense medium hits a boundary at a steep angle, അതായത് larger than critical angle for the boundary, the light will be completely reflected. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയം ഉണ്ട്. അതിന് എന്താണ് ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഇൻസിഡൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? സ്റ്റീപ്പായിട്ട് വന്ന് പതിക്കുകയാണ്. അങ്ങനെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിൽ ബി കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ്. എന്ത് ചെയ്യും? ലൈറ്റ് റിഫ്ലക്റ്റ് ആണ്. സോ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈബറിനകത്തോടെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് ആണല്ലോ. ദിസ് എഫക്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ടു കൺഫൈൻ ലൈറ്റ് ഇൻ കോർ. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോറിനകത്ത് ലൈറ്റിനെ കൺഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈറ്റ് ട്രാവൽസ് അലോങ് ദ ഫൈബർ ബൗൺസിങ് ബാക്ക് ഫോർത്ത് ഓഫ് ദ ബൗണ്ടറി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ട്രാവൽസ് അലോങ് ദ ഫൈബറിന് അലോങ് ആയിട്ട് ഇങ്ങനെ ഫൈബറിന് അലോങ് ആയിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആണല്ലോ. എന്നിട്ട് ഇതിനെ ബൗൺസിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഓഫ് ദ ബൗണ്ടറി. ബിക്കോസ് ദ ലൈറ്റ് മസ്റ്റ് സ്ട്രൈക്ക് ദ ബൗണ്ടറി വിത്ത് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ഓൺലി ലൈറ്റ് ദാറ്റ് എൻറ്റേഴ്സ് ദ ഫൈബർ വിത്തിൻ എ സർട്ടൺ ആംഗിൾ ക്യാൻ ട്രാവൽ ഡൗൺ ദ ഫൈബർ വിത്തൗട്ട് ലീക്കിംഗ് ഔട്ട്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? എപ്പോഴാണോ നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. സോ അവിടെ ഒരു റേഞ്ച് ഓഫ് ആംഗിൾസ് ഉണ്ട്. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ റേഞ്ച് ഓഫ് ആംഗിൾസ് ആണല്ലോ. ആ റേഞ്ച് ഓഫ് ആംഗിൾസിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് കോൺ ഓഫ് ദ ഫൈബർ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ദ റേഞ്ച് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് ഇത്രയും വരും. ഇത്രയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഓഫ് കോൺ ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ ഹാഫ് ദ റേഞ്ച് ഓഫ് ആംഗിൾ, അതായത് ഇത്രയും ആംഗിൾ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? അക്സെപ്റ്റൻസ് ആംഗിൾ, ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് വിളിക്കും. മറ്റേ റേഞ്ച് ഓഫ് ആംഗിൾസിന് നമ്മൾ എന്ത് വിളിക്കും? അക്സെപ്റ്റൻസ് കോൺ എന്ന് വിളിക്കും. എന്താണ്? സൈസ് ഓഫ് ദിസ് അക്സെപ്റ്റൻസ് കോൺ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈബേഴ്സ് കോർ ആൻഡ് ക്ലാഡിംഗ്. ഹാഫ് ദ ആംഗിൾ ഓഫ് ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് അക്സെപ്റ്റൻസ് ആംഗിൾ അല്ലെങ്കിൽ തീറ്റ മാക്സ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു ലൈറ്റ് ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ കണ്ടീഷനാണ് എന്താണ്? ആ ഒരു തീറ്റ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ IC, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ആംഗിൾസ്, സെർട്ടൺ റേഞ്ച് ഓഫ് ആംഗിൾസിനകത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ആ സെർട്ടൺ റേഞ്ച് ഓഫ് ആംഗിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇത്രയാണ് ആ സെർട്ടൺ റേഞ്ച് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പകുതി, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അക്സെപ്റ്റൻസ് കോൺ എന്ന് വിളിക്കും അല്ലേ. അതിൻ്റെ പകുതിയാണ് നമ്മുടെ തീറ്റ മാക്സ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? ഫൈബേഴ്സ് കോർ ആൻഡ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. അത് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് പറയുന്നത് എന്താണ്? മാക്സിമം ആംഗിൾ ഫ്രം ദ ഫൈബർ ആക്സിസ് അറ്റ് വിച്ച് ലൈറ്റ് മേ എൻ്റർ ദ ഫൈബർ സോ ദാറ്റ് ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ് ഇൻ ദ കോർ ഓഫ് ദ ഫൈബർ വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ ടു ദ ക്ലാഡിങ്ങിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യാണ്ട് എല്ലാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസിഡൻസ് ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് വിളിച്ചത് ആണല്ലോ. The sign of this angle of acceptance is called numerical aperture. Sign of this angle, അപ്പോൾ numerical aperture എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഓഫ് തീറ്റ മാത്സ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. സോ സൈൻ ഓഫ് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ്? ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ. സോ സിംഗിൾ മോഡ് ഫൈബർ ഹാസ് സ്മോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ. എന്നാൽ സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻ എയറിലാണെങ്കിൽ നമുക്ക് എഴുതാം സൈൻ തീറ്റ മാത്സ് എന്ന് എഴുതാം. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻ എയർ ആണെങ്കിൽ എത്രയാണ്? ഇറ്റ് ഈസ് സൈൻ തീറ്റ മാത്സ് ആണ്. ഇനി തീറ്റ മാത്സ് സൈൻ എൻ, നമുക്ക് ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ സൈൻ തീറ്റ മാത്സ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്.
ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ കേസിൽ n ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ തീറ്റ മാക്സ് എന്ന് മാത്രം എഴുതിയത്. ഇനി അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മീഡിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ n എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫൈബർ കോർ ആണ് N1 എന്ന് പറഞ്ഞത്. N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫൈബർ കോർ. ഇനി ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N2 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഔട്ടർ മീഡിയം എയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ന്യൂമറിക്കൽ അപ്പർച്ചർ NA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ മാക്സ്. ഓക്കെ, സൈൻ തീറ്റ മാക്സ് അല്ലെങ്കിൽ n സൈൻ തീറ്റ, n എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഫോർ എയർ. ഇനി അത് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1² മൈനസ് n2² ആണ്. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ നമുക്ക് ഉള്ളത് എന്താണ്? ഫ്രാക്ഷണൽ ഇൻഡെക്സ്. എന്താണ് ഫ്രാക്ഷണൽ ഇൻഡെക്സ് എന്നറിയാം. ഫ്രാക്ഷണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1. n1 എന്ന് എന്താണ്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. n2 എന്ന് പറഞ്ഞാലോ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അത് നമ്മളുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ n1. ഇതെന്ന് പറയുന്നതാണ് ഫ്രാക്ഷണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ജസ്റ്റ് ആ ഒരു ടേം അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ പറഞ്ഞു എന്താണ്? സിംഗിൾ മോഡ് ഫൈബറിനാണെങ്കിൽ സ്മോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മൾട്ടി മോഡ് ഫൈബേഴ്സിനാണെങ്കിലോ ദ ടേം ഇക്വിലിബ്രിയം ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് സംടൈംസ് യൂസ്ഡ്. ഇക്വിലിബ്രിയം ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്യുന്നത്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ ന്യൂമറിക്കൽ അപ്പർച്ചർ വിത്ത് റെസ്പെക്ട് ടു എക്സ്ട്രീം എക്സിറ്റ് ആംഗിൾ ഓഫ് എ റേ എമർജിംഗ് ഫ്രം എ ഫൈബർ ഇൻ വിച്ച് ഇക്വിലിബ്രിയം മേക്ക് മോഡ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ബിൻ എസ്റ്റാബ്ലിഷ്ഡ്. അതായത് നമ്മുടെ എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ വിത്ത് റെസ്പെക്ട് ടു എക്സ്ട്രീം എക്സിറ്റ് ആംഗിൾ ഓഫ് എ റേ. ഇങ്ങനെയാണ് എക്സിറ്റ് ആവുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സിറ്റ് ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ന്യൂമറിക്കൽ അപ്പർച്ചർ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം മോഡ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ബിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഫൈബറിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചറും എന്താണ് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.